വെൽക്കം ബാക്ക് ടു ജോക്കർ ദ ലോസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അല്പം കുറച്ച് മതപരമായിട്ടുള്ള കാര്യമാണ്. മതപരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ അടുത്ത് നമ്മൾ നടന്ന മകരവിളക്ക് ഉണ്ടല്ലോ, മകരവിളക്ക്. ഈ മകരവിളക്കിൻ്റെ സത്യാവസ്ഥ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഈ ഇളയിടം മാഷുണ്ടല്ലോ, സുനിൽ പി ഇളയിടം, പുള്ളിയുടെ പ്രസംഗങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ മകരവിളക്കിൻ്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ച് പോവുകയും അതിനെപ്പറ്റി സെർച്ച് ചെയ്യും. പണ്ട് ഇവർ അഫിഡവിറ്റ് ഇറക്കിയത് എന്തൊക്കെയാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളത്. അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ശബരിമലയിൽ മകരവിളക്ക് അടക്കണ കാണുമ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എന്താ പറയുക, ഒരു ദേഷ്യമൊക്കെ തോന്നാൻ വഴിയുണ്ട്. പക്ഷേ സത്യാവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന പോലെ ഒരു ന്യൂസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയുന്ന പോലെ സത്യാവസ്ഥ ഇതാണ്. അതായത് മകരവിളക്ക് ഒരു ജ്യോതി തെളിയുന്നതോ നക്ഷത്രം തിളങ്ങുന്നതോ ഒന്നുമല്ല, മനുഷ്യന്മാർ കത്തിക്കണതാ. വേറെ ഒന്നുമല്ല, മറ്റ മനുഷ്യന്മാർ കത്തിക്കുന്നതാണ് ഈ സാധനം. മലമ്പണ്ടാരങ്ങളാണ് ആദ്യം കത്തിച്ചത്, പിന്നെ അത് മാറി KSEBിക്ക് പോയി. അങ്ങനെ മനുഷ്യന്മാർ കത്തിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ഇത് ഒന്നാലോചിച്ച്, ഇത്രയും ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് ഇതിനെ ഇങ്ങനൊരു ഇതാണെന്ന് പറഞ്ഞ് പരത്തിയിട്ട് അവർ വന്ന അത്രയും ഡീപ്പായിട്ട് ഒരു ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മനസ്സുരുകി ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ പിഞ്ചു മക്കളുടെ രോഗങ്ങൾ, ചിലപ്പം അത്രയും വയ്യ ഒരു സന്ദർഭത്തിലേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊന്ന് ഭേദപ്പെട്ട് കിട്ടാൻ വേണ്ടി മനസ്സുരുകിയിട്ട് ഇത് ദൈവമാണെന്ന് കണ്ടിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും എഫക്റ്റാണ്. നമ്മളെ ജീവിതാഭിലാഷമാണ്, എന്ത് പറഞ്ഞാലും സാധിക്കും എന്നുള്ളവർ പോലും ഉരുകിയിട്ടാണ് വന്ന് ഈ പ്രാർത്ഥിക്കുന്നത്. ഇവരെ സത്യത്തിൽ പറ്റിക്കല്ലേ? അവരെന്തോ ഇത് ജ്യോതിയാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാർ കത്തിച്ചിട്ട് അത് ജ്യോതിയാണ്, ദൈവം കൊണ്ടുവരുന്നതാണ്, നക്ഷത്രം വന്ന് തിളങ്ങുന്നതാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാണ്. നമ്മൾ ചിലപ്പോൾ പല പണ്ട് കാലങ്ങളിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധി ഉദിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ആൾക്കാർ വളരുമ്പോൾ ഇത് അന്വേഷിച്ച് പോയി ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് അതിലൂടെ ഭക്തി കാണിക്കുക, അല്ലെങ്കിൽ അതിനെ മാറ്റി ഇത് ആൾക്കാർ കത്തിക്കുന്നതിനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഭക്തി തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ന്യായം. അതല്ലാതെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ട. ഇത്ര വലിയ ഭയങ്കര നോളജുള്ള ആൾക്കാരാണെന്നും പണ്ട് കാര്യമില്ല. ഇത് 2025 ഇന്ന് പോലും നമ്മളെ നാട്ടിൽ, എൻ്റെ നാട് തൃശ്ശൂരാണ്, നാട്ടിൽ ഇറങ്ങി സകല അമ്മമാരോടും പറഞ്ഞ് മകരവിളക്ക് കത്തണമല്ലേട്ടാ കത്തിക്കുന്നതാന്ന് പറഞ്ഞാൽ ഈ 2025 പോലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. നാടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയണത്. ഇത് കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയണത്. 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന സ്ഥലത്തെ അവസ്ഥയാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ നമ്മൾ ഈ കിടന്ന് UPയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ നിങ്ങൾ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, അത്യാവശ്യം അറ്റ്ലീസ്റ്റ് നമ്മുടെ തലമുറ എന്തായാലും മിനിമം ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ തലമുറ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ 10ാം ക്ലാസ് വരെ മിനിമം. ചിലപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ ഫെയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ പാസ്സായവരുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാർ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെയാണെങ്കിൽ UPയിലൊക്കെ സ്കൂൾ കാണാത്ത ആൾക്കാർ, ഈ 2025 പോലും ഞാൻ പോയ സ്ഥലത്ത് ഹരിദ്വാറിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സ്കൂൾ കാണാത്ത കുട്ടികളാണ് മൊത്തം. അവർ വളർന്നു വരുന്ന ഒരു സമൂഹത്തോട് ദൈവത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല, വിശ്വസിക്കില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോ സംഭവമാണ്, പക്ഷെ നമ്മൾ ഒരു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പല ന്യൂസുകളും നമ്മൾ കാണില്ലേ, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാളെ കഴുത്തറുത്തിട്ട് ആ രക്തം വീട് മൊത്തം ചുറ്റിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തി വരുമെന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ കളിയാക്കുന്നു. എന്നിട്ട് കുട്ടികളുണ്ടാകും, നമ്മൾ പോയിട്ട് ഉരുളി അമർത്തുന്നു. ഇത് ചെറിയ ഭ്രാന്തും വലിയ ഭ്രാന്തും ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പരിപാടിയല്ല. വലിയ തിന്മയും തമ്മിലുള്ള പരിപാടിയാണ്. അതുപോലെ നിങ്ങൾക്ക് ബുദ്ധിയില്ലായ്മ കുറവിൻ്റെയും പരിപാടിയാണ്, വലിയ ബുദ്ധിയില്ലായ്മയുടെയും പരിപാടിയാണ്. ഇത് ഇവർ തമ്മിലുള്ള വഴക്കാണ്. അല്ലാതെ നിങ്ങൾക്കിടയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കുറച്ച് അളവിന് കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇനിയുള്ള തലമുറയെങ്കിലും പല കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മതപ്പെട്ട വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനൊന്നുമല്ല, നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ശരി.
ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം, എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇനിയും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ട്, എൻ്റെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.